നമസ്കാരം. എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? കുറേ കാലം കൂടി നാട് വരെ ഒന്ന് വന്നതാണ് ഞങ്ങൾ. പാലായിൽ എൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. മെയിൻ റോഡിൽ നിന്നൊക്കെ കുറച്ചുള്ളിലോട്ട് കയറി റബ്ബർ തോട്ടത്തിന് നടുക്ക് ബഹളോ ഒച്ചപ്പാടോ ഒന്നും ഇല്ലാതെ കുറച്ച് ദിവസം അങ്ങ് നിൽക്കുക. ചെറിയൊരു ഗാർഡനും പച്ചക്കറിത്തോട്ടവും ഒക്കെ ആയിട്ട് പപ്പായും മമ്മിയും വീട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. അതുകൊണ്ട് ചെന്ന് കയറി കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പൂ ഉണ്ടാകുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ചെടികളുണ്ട്. ഇതൊക്കെ എവിടെന്നേലും കിട്ടുന്നത്, ആരെങ്കിലുമൊക്കെ കൊടുക്കുന്നത്, പപ്പായ്ക്കും മമ്മിക്ക് ഇഷ്ടം തോന്നുമ്പോൾ അവർ മേടിച്ചുകൊണ്ട് വരുന്നതൊക്കെയാണ്. രണ്ടുപേർക്കും ഗാർഡനിങ് താല്പര്യമുള്ളത് കൊണ്ട് നട്ട് നനച്ച് ഇതൊക്കെ അങ്ങ് പരിപാലിക്കും. അങ്ങനെ ഒരു ഓർഡറിലൊന്നും അല്ല നട്ടുപിടിപ്പിച്ചേക്കുന്നത്. പഴച്ചെടികൾ, പച്ചക്കറികൾ, പൂച്ചെടികൾ ഇതെല്ലാം ഇടകലർന്ന് ഒരു കുഞ്ഞു കാട് പോലെ അങ്ങ് നിൽക്കുവാണ്. അതുതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയും. കിളികളും അണ്ണാനും തണലും തണുപ്പും ഒക്കെ ആയിട്ട് അങ്ങ് ജീവിക്കുന്നു. പിന്നെ ഒരു കാര്യമുള്ളത്, ഇവിടെ പഴയ പ്ലാസ്റ്റിക് കുപ്പി, തകരപ്പാട്ടയ്ക്കെല്ലാം ഉപയോഗമുണ്ടെന്നുള്ളതാണ്. പഴയൊരു ചോക്ലേറ്റ് ബോക്സ് ആണ്, അടിപൊളി ചെടിച്ചട്ടിയായിട്ടുണ്ട്. പഴയ PVC പൈപ്പും ഐസ്ക്രീം കപ്പും ഉണ്ടെങ്കിൽ 4 മണിച്ചെടിക്കും സന്തോഷമായിട്ട് വളരാം. ഒരു കോവല പന്തലിട്ടങ്ങ് കയറി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോവയ്ക്കാത്തോരൻ ഒരു സ്ഥിരം മെനു ഐറ്റം തന്നെയാണ്. അഭയാർത്ഥികളായിട്ട് വന്നതും വീട്ടിൽ വളർത്തുന്നതുമായിട്ട് ഒരു 4-5 പട്ടിയും 5-8 പൂച്ചയുണ്ട്. പക്ഷെ വീഡിയോ എടുക്കാൻ നേരം ഇവന്മാരെ 2 പേരെ കിട്ടിയുള്ളൂ. നല്ല കടിയന്മാരായതുകൊണ്ട് 2 പേരെയും കൂട്ടിലിട്ടേക്കുവാണ്. പഴയ ഒരു കൽച്ചട്ടിക്കകത്ത് മുട്ടയിട്ട് അടയിരിക്കുവാണ് പ്രാവമ്മ. പട്ടിക്കൂടിൻ്റെ ചുറ്റും ചെറുതേനീച്ചയുടെ കൂട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുതേൻ എല്ലാ കാലവും വീട്ടിൽ സ്റ്റോക്ക് കാണും. റംബുട്ടാൻ, സപ്പോട്ട, വടുകപ്പുളി നാരകം, പേര, മംഗോസ്റ്റിൻ, ലൈച്ചി, പ്ലാവ്, തെങ്ങ് ഇതെല്ലാം ഈ കുഞ്ഞിക്കാടിനകത്തുണ്ട്. ചക്കക്കാലം ഏകദേശം കഴിയാറാവുന്നു. നല്ല ചക്കകളൊക്കെ എടുത്ത് പുഴുങ്ങുകയും വരട്ടുകയും വറക്കുകയും ഒക്കെ ചെയ്തു. എന്നാലും പിന്നെയും പപ്പ ഒരു ചക്കയൊക്കെ ഇങ്ങിട്ട് മമ്മിയുടെ മേൽനോട്ടത്തിൽ അതൊന്ന് വെട്ടി ഒരുക്കി എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചോളയങ്ങ് തിന്നുമ്പോൾ അതും ഒരു സന്തോഷം. മമ്മി ഓൾറെഡി നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കറുകറേന്ന് ചക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. റംബുട്ടാൻ്റെയും സീസണാണ്. നല്ല ഭംഗിയായിട്ട് പഴങ്ങൾ ഇങ്ങനെ കൊലകൊലയായിട്ട് കിടക്കുന്നു. ഞങ്ങൾ എന്തായാലും വന്നത് പ്രമാണിച്ച് പഴുത്ത് തന്ന റംബുട്ടാനെ എല്ലാം എങ്കിൽ ചെത്തിച്ചാടിച്ചു. പൊളിച്ചെടുക്കാനും ഈസിയാണ്. നല്ല മധുരമുള്ള പഴുപ്പും. ഞങ്ങൾ വന്ന കറക്റ്റ് സമയത്ത് തന്നെയാണ് ഡ്രാഗൺ ഫ്രൂട്ട് പഴുത്ത് പാകമായി വിളവെടുക്കാറായി നിൽക്കുന്നത്. പപ്പായാണെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വന്നതാണ്. നമ്മുടെ വീട്ടിലൊക്കെ ഒത്തിരി ആഗ്രഹിച്ചുണ്ടാകുന്ന സാധനങ്ങൾ എല്ലാവരും കൂടി ഉള്ളപ്പം വിളവെടുക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു തൃപ്തി. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഡ്രാഗൺ ഫ്രൂട്ട് അതിൻ്റെ ചെടിയെന്ന് തന്നെ പറിച്ച് തിന്നുന്നത്.
നമ്മൾ ചിലപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതിനൊരു വെള്ളച്ചൊവയായിരിക്കും. അങ്ങനെ ഒരു വെള്ളച്ചൊവയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഇത് നല്ല മധുരമുള്ള പഴം. ഇടയ്ക്കത്തെ ഈ കറുത്ത സീഡ്സ് കണ്ടോ, അത് ഇങ്ങനെ നമുക്ക് കടിക്കാനും കിട്ടും. കാണാനും കഴിക്കാനും സൂപ്പർ. പിന്നെ ഞങ്ങൾ പതിയെ തറവാട്ട് വീട്ടിലോട്ടൊന്ന് കയറി. ആൻറ്റി നല്ല അടിപൊളി കുക്കാണ്. കുക്കിങ്ങിൽ പരീക്ഷണങ്ങളൊക്കെ നടത്തുക, വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുക, ഇതിലൊക്കെ ആള് പുലിയാണ്. എന്തായാലും ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ സ്പെഷ്യല് ജാതിക്ക വൈനായിരുന്നു. ഒരുപാട് ജാതിക്ക ഉണ്ടെങ്കിൽ അത് പൊട്ടി വീണ് കഴിഞ്ഞാൽ വെറുതെ പോകത്തേ ഉള്ളൂ. അത് നമ്മൾ വൈനാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ വെറൈറ്റി ആയിട്ട് നമുക്ക് ആളുകളിൽ മുൻപ് സെർവും ചെയ്യാം, ഒരുപാട് കാലം ഇരിക്കുകയും ചെയ്യും. ആൻറ്റിയുടെ സൂപ്പർ ബുദ്ധി. ഇപ്രാവശ്യം ആൻറ്റിയുടെ മറ്റ് വെറൈറ്റികളൊന്നും ട്രൈ ചെയ്യാനുള്ള ടൈം നമുക്കില്ലായിരുന്നു. അതുകൊണ്ട് വൈനയിൽ അങ്ങ് തൃപ്തിയാവുകയാണ് തൽക്കാലം. ഈ പ്രദേശത്തെയൊക്കെ പച്ചപ്പ്, ഇവിടുത്തെ ഭൂപ്രകൃതി, ഇവിടുത്തെ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ ഇവിടെ മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില സവിശേഷതകളാണ്. വെക്കേഷനൊക്കെ വരുമ്പോൾ ഇതിലൊക്കെ ഒന്ന് തൊട്ടും തലോടിയും നടക്കുന്നതാണ് നമ്മുടെയൊക്കെ ഒരു സന്തോഷം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.